ഇന്ന് നിങ്ങളൊരു വെറൈറ്റി സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത്. സോ പേടിയുള്ളവരൊക്കെ പൊതച്ചു മൂടി കിടന്നോ. ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. കഥയുടെ പേര് ഡ്രാക്കുള. ഇത് മറ്റേ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളൊന്നല്ല. ഇത് വേറെ ആരോ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പടച്ചുവിട്ട ഒരു ഡ്രാക്കുളയാണ്. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു രാത്രി ആരോ ഒരാൾ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് വരും. ജുബ്ബയും സഞ്ചിയൊക്കെ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അയാൾ ഒരു ഖാദികനായിരുന്നില്ല, ഒരു കള്ളനായിരുന്നു. ബാക്കിയുള്ളവരോട് ഇവന് ഒരു മനസാക്ഷി പോലുമില്ല. അവൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങുന്നു. അല്ല, പിന്നെ നട്ടപ്പാതിരയ്ക്ക് ആള് നിന്റെ ഒപ്പം ഡിസ്ക് കളിക്കാൻ വരും. ഒന്ന് പോടാ. കള്ളൻ ഗ്രാമത്തലവനെ കുറെ കുറ്റം പറഞ്ഞ് അങ്ങേരുടെ അലമാര ആധുനിക ആയുധമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറന്നു. സ്വർണവും പണവും ബാഗിൽ കുത്തി നിറക്കുന്നതിനിടയ്ക്ക് ആരോ നമ്മുടെ കള്ളന്റെ നടുമണ്ട നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. മണ്ടക്കടി കൊണ്ട കള്ളനെ ഗ്രാമത്തലവൻ ഒരു തൂണിൽ കെട്ടിയിട്ടു. കള്ളനാണെങ്കിലും മൂപ്പരെ കാണാൻ ഷാരൂഖ് ഖാനെ പോലെ ഉണ്ട്. കള്ളന്റെ കണകുണ വർത്താനം കേട്ട് പ്രാന്തായ ഗ്രാമത്തലവൻ അവനെ കൊക്കയിൽ കൊണ്ടുപോയി തള്ളിയിടാൻ പറയും. ശരിക്കും ഞാനൊരു മോഷ്ടാവേ അല്ല. ഇവനെ കാടിനുള്ളിലുള്ള ആ കൊക്കയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരൂ. എന്നാൽ അത് കേട്ട് ഷോക്കായ പൂജാരി ഗ്രാമത്തലവനോട് ഇങ്ങനെ പറയും. ഇന്ന് ദുഷ്ടശക്തികൾക്ക് ശക്തി കൂടുതലായിരിക്കും. അവിടെ ചീറ്റ, പുലി, സിംഹം എല്ലാം ഇവനെ കൊന്നു തിന്നും. ഇവൻ ഒരുപാട് ശക്തിയുള്ള പ്രേതമായി മാറും. ഗ്രാമത്തലവൻ പൂജാരിയോട് ഒരു തగ్గടിച്ച് കള്ളന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് വരഞ്ഞ് കൊക്കയിൽ നിന്ന് തള്ളിയിടാൻ പറയും. അവിടെ ചീറ്റ, പുലി, സിംഹം എല്ലാം ഇവനെ കൊന്നു തിന്നും. ഇവന്റെ ദേഹത്ത് കത്തി കൊണ്ട് കീറി മുറിച്ചു വിടൂ. ഇങ്ങനെ ചെയ്താൽ പുലിക്കും സിംഹത്തിനുമൊക്കെ ഇവനെ കണ്ടുപിടിക്കുന്നത് എളുപ്പമാകും. വേദന കൊണ്ട് പൊളഞ്ഞ നമ്മുടെ കള്ളന്റെ പിരികങ്ങൾ രണ്ടും ഇണചേരാൻ തുടിക്കുന്ന രണ്ട് പ്രാവുകളെ പോലെ പെടച്ചുകൊണ്ടിരുന്നു. കൊക്കയിലേക്ക് വീണ കള്ളന്റെ ഡെഡ് ബോഡിയിൽ നിന്നും വവ്വാലുകൾ ചോര വലിച്ചു കുടിച്ചു. ചോര കഞ്ഞിപ്പശ പോലെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ വവ്വാലുകൾ വലിച്ചു കയറ്റിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൂജാരിയുടെ വാക്കുകൾ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. ആ വവ്വാലുകൾ കടിച്ചിട്ടും അവൻ ജീവനോടെ രക്ഷപ്പെട്ടാൽ അതിനുശേഷം അയ്യോ ദൈവമേ, ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. പിറ്റേന്ന് രാത്രി ഗ്രാമത്തലവന്റെ അനിയനും അങ്ങേരുടെ ഭാര്യയും മുറ്റത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോഴതാ ആകാശത്ത് നിന്ന് ഒരു സൂപ്പർമാൻ സൈക്കിൾ ചവിട്ടി വരുന്നു. ഓ മൈ ഗോഡ്, അത് സൂപ്പർമാൻ അല്ല, അത് നമ്മുടെ ബുദ്ധിമാനായ കള്ളൻ ഒരു ഡ്രാക്കുളയായി മാറിയതായിരുന്നു. സോ വവ്വാലുകൾ കടിച്ച് ഈ കള്ളൻ ഒരു ഡ്രാക്കുളയായി മാറി. ഡ്രാക്കുളയുടെ കോട്ടും പാന്റൊക്കെ വവ്വാലുകൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഈ ചെകുത്താൻ ആരാ? പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ഞാൻ പിശാചല്ല, ഞാൻ പിശാചിനേക്കാൾ ശക്തിയുള്ളവനാ, ഡ്രാക്കുള. അടുത്ത നിമിഷം അവൻ ആ സ്ത്രീയുടെ മുൻപിൽ വന്ന് അവരെ പിടികൂടി അവരുടെ കഴുത്തിൽ തന്റെ പല്ലുകൾ ഇറക്കി. JCB മണ്ണിക്കിറക്കി എന്നൊക്കെ പറയണ പോലെയാണ് പല്ലിറക്കി എന്ന് പറയുന്നത്. ഭാര്യയെ ഒരുത്തൻ കടിച്ചു കൊന്നോണ്ടിരിക്കുമ്പോ നിലവിളിക്കാത്ത ഇവൻ ഭാര്യ ഡെഡായപ്പോ ഉറക്കെ നിലവിളിച്ചു. ആ ചാവാണെങ്കിൽ ചത്തോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചേച്ചിയെ കൊന്ന ഡ്രാക്കുള ഗ്രാമത്തലവനോട് മാസടിച്ച് അയാളെയും കൊന്നു. എന്തു പറ്റി തലവാ? എന്റെ പുതിയ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? A few moments later. ഞാൻ റെഡി താൻ വരവാ, അണ്ണൻ ഞാൻ ഇറങ്ങി വരവാ. ഡ്രാക്കുളനെ പറയിപ്പിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. പൂജാരിയും ടീമും ഡ്രാക്കുളയെ ഒരു കയറിൽ കെട്ടി മന്ത്രങ്ങൾ ചൊല്ലി ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഇയാളിപ്പോ ഛർദിക്കോ? അങ്ങനെ അരുന്ധതി കണ്ട് മോട്ടിവേറ്റഡ് ആയ നമ്മുടെ പൂജാരി ഡ്രാക്കുളയെ ഒരു പെട്ടിക്കകത്താക്കി അതിനുള്ളിൽ കുറച്ച് വെള്ളിമാലകളും വിതറി പെട്ടി അടച്ചുപൂട്ടും. എന്നിട്ട് ഇങ്ങനെ പറയും, ആരെങ്കിലും ഈ ശവപ്പെട്ടി തുറന്നാൽ ഇതിന്റെ സ്ഥാനത്ത് മറ്റൊരു ഡ്രാക്കുളയുണ്ടാകും. ഇതിന്റെ ഇടയിലാണ് ഗ്രാമത്തിലെ രണ്ടുപേരായ ഹൃദേശിന്റെയും അവന്തികയുടെയും ഉള്ളിൽ ട്രൂ ലബ് പൊട്ടിമുളയ്ക്കുന്നത്. നീയില്ലാതെ എനിക്ക് ഒരു സന്തോഷവുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നു ചേർന്നുകൂടാ. ഇവിടെ എല്ലാവരും എന്നെ വീക്കായി കരുതുന്നു. ഞാനൊരു പ്രേതമായി മാറി അവന്തികയെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ. നീ ഒരു പണിക്ക് പോയിട്ട് 10 കാശുണ്ടാക്കി വന്ന അവന്തിക അല്ല അവളുടെ ചേച്ചി വരെ വളയും. അതൊക്കെ വിട്ടിട്ട് ഇന്നേ വരെ ഒരു കാമുകനും ചിന്തിച്ചിട്ടില്ലാത്ത മണ്ടത്തരൊക്കെയാണ് ഇവന്റെ തലയിൽ ഉദിക്കുന്നത്. ഞാനൊരു പ്രേതമായി മാറി അവന്തികയെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ.
ഹൃദേശ് നേരെ പോയി ഡ്രാക്കുളയുടെ പെട്ടി തുറന്ന് മണ്ടത്തരം കാണിക്കും. അങ്ങനെ ഹൃദേശ് ഒരു ഡ്രാക്കുളയായി മാറുകയാണ് ഗൈസ്. A few moments later. അവന്തിക ഇങ്ങനെ പറഞ്ഞ് അവൻ അവന്തികയെ കെട്ടിപ്പിടിച്ചു. നീ എന്നെ തടയാൻ വരരുത്, അവന്തിക എന്റേതാണ്. അങ്ങനെ ഹൃദേശ് അവന്തികയുടെ ചെറിയച്ഛനെ കൊന്ന് അവന്തികയെ തോളിലിട്ട് പാഞ്ഞു. അവന്തികയുടെ അച്ഛൻ ഡ്രാക്കുളയെ കൊല്ലാൻ വേണ്ടി നേരെ നമ്മുടെ പൂജാരിയുടെ വീട്ടിലേക്ക് പോകും. നോക്കുമ്പോ പൂജാരിയൊക്കെ എപ്പോഴോ ചത്ത് പരലോകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവന്തികയുടെ അച്ഛൻ മാസ്ക ബാപ്പ ആയതുകൊണ്ട് തന്നെ അങ്ങേര് നേരെ ചെന്ന് ഡ്രാക്കുളയെ വെല്ലുവിളിക്കും. എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോ. മോളെ അവന്തികെ, അവനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവൻ ഇപ്പോൾ ഒരു ഡ്രാക്കുളയാണ്. അവൻ ഡ്രാക്കുളയായി മാറിയെങ്കിൽ ഞാനും ഡ്രാക്കുളയായി മാറുന്നു. A few moments later. ഞാനും എന്റെ റാണിയും ഈ ഗ്രാമത്തിന് വെളിയിലുള്ള മനുഷ്യരുടെ ചോര കുടിച്ചോളാം. നന്മയുള്ള ഡ്രാക്കുളെ, നിങ്ങൾ ഞങ്ങളെ ഒരു രാജാവായും റാണിയായും കാണണം. എന്തൊക്കെയാണ് നടക്കുന്നേ? അങ്ങനെ ഡ്രാക്കുളയുടെ ഉണക്ക തൊലിഞ്ഞ പ്രേമ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെവ്വാല് കടിച്ചാൽ വരുന്നത് നിപ്പയാണ്. ഈ കഥയിൽ വെവ്വാല് കടിച്ച ആള് ഡ്രാക്കുളയായിട്ട് മാറും. എന്താലേ?